17ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആത്മാവിൻ്റെ നിത്യത, നശിക്കാത്തതായിരിക്കുന്ന വസ്തുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായി. ഇനി ഈ ക്ലാസ് മുതൽ നമുക്ക് 18ാമത്തെ ശ്ലോകം മുതലാണ്, അതായത് 2ാമത്തെ അധ്യായത്തിൽ 18ാമത്തെ ശ്ലോകം മുതൽ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസത്ത് എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ സത്തിനെ കുറിച്ചാണ് 17ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ അത് അസത്ത് എന്ന് വെച്ചാൽ ഇല്ലാത്തത് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വസ്തു എന്താണെന്നാണ് നമുക്ക് 18ാമത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നത്. ചിന്തിക്കാം. അന്തവന്തയിമേ ദേഹാഹ നിത്യസ്യോക്താ ശരീരിണിഹ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുദ്ധസ്യ ഭാരത. ഹേ ഭാരത, നിത്യസ്യ അനാശിനഃ അപ്രമേയസ്യ ശരീരിണഃ ഇമേ ദേഹാഹ അന്തവന്ത ഉക്താഹ തസ്മാത് യുദ്ധസ എന്നാ പറയുന്നത്. അതായത് ഹേ ഭാരത, അല്ലയോ അർജുന, നിത്യസ്യ നിത്യനായിട്ടും അനാശിനഃ അനാശി അതായത് നാശമില്ലാത്തവനായിട്ടും അപ്രമേയസ്യ അറിയപ്പെടുവാൻ കഴിയാത്തവനുമായിരിക്കുന്ന പ്രത്യക്ഷം, പ്രമാണം, ആഗമം, നിഗമം എന്നൊക്കെ പറഞ്ഞ് പ്രമാണങ്ങളുണ്ട്. ഈ പ്രമാണങ്ങളെ കൊണ്ട് ഒന്നും അറിയാൻ കഴിയാത്തതുമായ ശരീരിനിഹ ഇമേ ദേഹാഹ അതായത് ദേഹത്തോടു കൂടിയവനായ ആത്മാവിൻ്റെ ഈ ദേഹങ്ങള് അന്തവന്ത ഉക്താഹ അവസാനമുള്ളവയാണെന്ന് പറയപ്പെടുകയാണ്. ഉക്താഹ പറയപ്പെടുകയാണ്. തസ്മാത് യുദ്ധസ അതിനാൽ എന്തു ചെയ്യണം? യുദ്ധസ യുദ്ധം ചെയ്താലും എന്ന് പറയുകയാണ്. എന്താ അപ്പം നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്? അതായത് നിത്യനായിട്ടും നാശമില്ലാത്തവനായിട്ടും അറിയപ്പെടുവാൻ പ്രയാസമായിട്ടും ഇരിക്കുന്ന ദേഹത്തോടു കൂടിയവനുമായിരിക്കുന്ന ആത്മാവിൻ്റെ അപ്പം എന്തൊക്കെയാണ്? നിത്യനാണ്, നാശമില്ലാത്തതാണ്, എന്നാലോ അറിയപ്പെടാൻ വളരെ പ്രയാസമാണ്. പിന്നെ എന്താണ്? ദേഹത്തോടു കൂടിയിട്ടുമാണ് ഇരിക്കുന്നത്. എന്ത്? ആത്മാവ്. അങ്ങനെയുള്ള ഈ ആത്മാവിൻ്റെ ദേഹങ്ങളുണ്ടല്ലോ, ആ ദേഹങ്ങള് നാശമുള്ളവയാണ്, അത് നശിക്കുന്നവയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനാലോ ഹേ അർജുന, യുദ്ധം ചെയ്താലും എന്ന് ഭഗവാൻ അർജുനനോട് നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആത്മാവിന് നാശമില്ല എന്ന് നമുക്ക് ഇതിനു മുമ്പ് ഉദ്ധരിക്കപ്പെട്ട ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ദേഹത്തിനെയാണെങ്കിൽ നാശമുണ്ട്. ദേഹം എന്ന് പറഞ്ഞാൽ പ്രകൃതി, അതായത് ജഡം. പ്രകൃതി എന്ന് പറയുമ്പോൾ ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാലോ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ഈ തമോ ഗുണവും രജോ ഗുണവും അതുപോലെ തന്നെ സത്വഗുണവുമായിരിക്കുന്ന പ്രകൃതി, അതായത് ജഡം എന്ന് പറയുന്ന ശരീരാദികൾ തുടങ്ങിയിരിക്കുന്ന ഈ ലോകത്തിലെ കാണപ്പെടുന്ന സമസ്ത പദാർത്ഥങ്ങളും എന്താണ്? അതിന് നാശമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേഹം പ്രകൃതി ത്രിഗുണാത്മകമായതുകൊണ്ടോ ഈ ത്രിഗുണങ്ങളുടെ സമതുല്യത, അതിൻ്റെതായിരിക്കുന്ന സമത്വം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് അതിൽ അനന്തങ്ങളായിരിക്കുന്ന വികാരങ്ങൾ ഉണ്ടാവുകയും അത് നമ്മെ അസ്വസ്ഥതയിലേക്കും അതുപോലെ തന്നെ സംതൃപ്തിയിലേക്കും ഒക്കെ കൊണ്ട് എത്തിക്കുന്നതുമാണ്. അപ്പം ഇവിടെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതായത് ഇപ്പം നമ്മളെ മനഃശാസ്ത്ര ഭാഷയിലൊക്കെ പിതൃഭാവം, അതുപോലെ തന്നെ പക്വഭാവം, ശിശുഭാവം എന്നൊക്കെ പറയുന്ന ആ ഭാവങ്ങൾ. അപ്പം അതിൽ തന്നെ ഈ സത്വഗുണം തന്നെ രജോ ഗുണമായിരിക്കുന്ന സത്വഗുണമുണ്ട്, അതുപോലെ തന്നെ തമോ ഗുണമായ സത്വഗുണമുണ്ട്, സത്വഗുണമായ സത്വഗുണമുണ്ട്. അങ്ങനെയൊക്കെ അതിനെ കുറിച്ച് പറയുന്നത് പോലെ അപ്പം അതിൽ ഏതെങ്കിലും ഒന്ന് കുറയുകയും ഒന്ന് കൂടുകയും ചെയ്താൽ എന്തുണ്ടായിരിക്കും? സകലമാന പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അതിൻ്റെ സമതുല്യത, അപ്പം അതിൻ്റെതായിരിക്കുന്ന സമത്വം ആ ത്രിഗുണങ്ങൾ വേണ്ട രീതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും? അത് നമ്മെ വളരെ വലിയ അസ്വസ്ഥതകളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ ജീവന്റെ പ്രത്യേകത എന്താണ്? ജീവനിൽ ജഡവും ചൈതന്യവും സമ്മേളിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ജീവനിൽ ജഡവുമുണ്ട്, ആത്മാവുമുണ്ട്. ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് നോക്കണ്ട. കാരണം ഇത് കാരണത്തിനും കാലത്തിനും ദേശത്തിനും അതീതമായിരിക്കുന്ന ഒരു സത്യസങ്കല്പത്തെ കുറിച്ചിട്ടാണ് പരിപൂർണമായിട്ടും ഗീതോപദേശത്തിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ്? കാരണം, കാലം, ദേശം.
കാരണം കാരണത്തിനും കാലത്തിനും ദേശത്തിനും അതീതമായിട്ടിരിക്കുന്നതാണ് നിത്യശുദ്ധ ബുദ്ധമുക്തമായിരിക്കുന്ന ആത്മസ്വരൂപം. അപ്പൊ അതിനെ നമ്മളെ കാലത്തിലിരുന്നു കൊണ്ടും അതുപോലെ ദേശത്തിലിരുന്നു കൊണ്ടും മനസ്സിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിനെ അപ്പുറം കടക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെതായിരിക്കുന്ന ആ പരമാർത്ഥ ആ അനുഭവ വിശേഷം നമുക്ക് വേദ്യമാവുകയുള്ളൂ. അപ്പൊ പിന്നെ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അർഹതയുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ജിജ്ഞാസുക്കളായിരിക്കുന്ന ഏതെങ്കിലും ജീവന്മാർക്ക് എന്താണ് ഈ സംസാര സാഗരത്തിൽ നിന്നും ഈ ദുഃഖാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചബോധത്തിൽ നിന്നും അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മസത്തയിലേക്ക് ഇറങ്ങുവാൻ യോഗ്യത അതിനെ അല്ലെങ്കിൽ തയ്യാറുള്ളവർക്ക് ഒരു മാർഗദർശി നിർദ്ദേശം എന്നുള്ള രീതിയിലാണ് ഈ ഗീത പോലുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത. അപ്പോൾ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ ലോകം മുഴുവൻ സ്വന്തമായാലും ദുഃഖമായിരിക്കും ഫലം, അതായത് അസ്വസ്ഥതയായിരിക്കും ഫലം. അപ്പൊ നമുക്ക് അസ്വസ്ഥതയും ദുഃഖവും അതുപോലെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നും നമ്മെ തളർത്താത്ത അല്ലെങ്കിൽ തകർക്കാത്ത ഒരു അനുഭവം നമുക്ക് കൈവരണമെങ്കിൽ അത് ആത്മജ്ഞാനം നമുക്ക് മറമാറ്റി അനുഭവിക്കാൻ സാധ്യമാകണം. അല്ലാതെ ഈ ലോകത്തിലെ ഏത് വിഷയങ്ങളെ കുറിച്ച് അറിഞ്ഞാലും അതുപോലെ തന്നെ എന്തു തന്നെ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാലും നമ്മൾക്ക് ഒരു അപൂർണതാബോധം, അസംതൃപ്തി ഉണ്ടായിരിക്കും. എങ്ങനെ? ഈ അറിയേണ്ടതായിരിക്കുന്ന ആത്മസത്തയെ അറിയാതിരിക്കും കാലത്തോളം. അതുകൊണ്ട് ഈ ഗീത ഉപദേശം, ഈ ഗീത എന്ന് പറയുന്ന ശാസ്ത്രം, അതിൻ്റെ പ്രസക്തി ജീവനും കാലവും നിലനിൽക്കും വരെയും അതിന് പ്രസക്തിയും അതിൻ്റെ നിലനിൽപ്പും ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് ആത്യന്തികമായിട്ടും പരിപൂർണമായിട്ടും സംതൃപ്തി, അതായത് കൃതാർത്ഥത അനുഭവവേദ്യമാകണമെങ്കിൽ നമ്മൾ നമ്മുടേതായിരിക്കുന്ന ആത്മസത്തയിലേക്ക് ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ അതിനെ അറിയേണ്ടതായിട്ടുണ്ട്. ആ ആത്മസത്തയെ അറിയുവാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജന്മത്തിൻ്റെതായിരിക്കുന്ന ആ സാഫല്യം, അതായത് ഈ മനുഷ്യ ശരീരം, മനുഷ്യ ജന്മം കിട്ടിയതിൻ്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രം വളരെ ശ്രദ്ധയും ഭക്തിയും ബഹുമാനവും വിശ്വാസവും ഈശ്വരനിലും ഗുരുവിലും അതുപോലെ തന്നെ ശാസ്ത്ര സംബന്ധമായ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യവും ഉള്ളവർക്കാണ് ഹൃദ്യമായിട്ട് തീരുക. അതായത് മനുഷ്യനെ പോലെ ജീവിക്കണമെന്ന് അല്പമാത്രയ്ക്കെങ്കിലും മനസ്സിൽ ആഗ്രഹമുള്ളവർക്കാണ് ഗീതോപദേശം പോലെയുള്ള ശാസ്ത്ര സത്യങ്ങളെ സ്വീകാര്യം, അല്ലെങ്കിൽ അതിലൊരു തൃപ്തി കിട്ടുകയുള്ളൂ. കാരണം നമ്മുടെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെ, അതായത് നമ്മൾ കണ്ണിൽ കാണുന്ന രൂപങ്ങളും അതുപോലെ ചെവിയിൽ കേൾക്കുന്ന ശബ്ദങ്ങളും ഈ ലോകത്തിലേതായിരിക്കുന്ന വിഷയ പദാർത്ഥങ്ങളെ അനുഭവിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ അതിനെ എന്തു ചെയ്തും നേടുവാൻ പര്യാപ്തമായ രീതിയിലുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളാണ് ഇപ്പം നമുക്ക് സിനിമയിൽ നിന്നായാലും അതുപോലെ ടി വികളിൽ നിന്നായാലും അതുപോലെ തന്നെ ഈ പറയുന്ന മലയാള മനോരമ, അതുപോലെ മംഗളം, അല്ലെങ്കിൽ എന്തൊക്കെയാണോ വനിത, എന്തൊക്കെയാണോ നമ്മൾ പറയുന്ന സാഹിത്യങ്ങൾ, അതുപോലെ പത്രവാർത്തകൾ തുടങ്ങിയതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഇല്ലെങ്കിൽ തന്നെ മൃഗീയവും അതുപോലെ തന്നെ വൈഷയികവുമാണ്. അങ്ങനെയുള്ള മനസ്സിനെ ഒന്നുകൂടി ആ വിഷയങ്ങളിലേക്ക് ആസക്തമാകുന്ന രീതിയിലാണ് ആ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ എല്ലാം രചനാ സ്വഭാവം. എന്തേ കാര്യം? കാരണം ആ വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാക്കി തീർത്തെങ്കിലേ അവർക്ക് അവരുടേതായിരിക്കുന്ന മാധ്യമങ്ങളെ വിറ്റഴിയപ്പെടുകയുള്ളൂ. പക്ഷെ ഗീത പോലുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങളെ മനുഷ്യനെ സംസ്കാരത്തിലേക്ക് എത്തിക്കുന്നതാണ്. കാരണം മനുഷ്യൻ അവനെ സംസ്കരിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവൻ ശരിയായ ബോധത്തിൽ എത്തുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് മനുഷ്യ ജന്മത്തിൻ്റെതായിരിക്കുന്ന സാഫല്യം അത് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അതിനാൽ എന്തുകൊണ്ടും നമ്മളെ ഗീതാോപദേശം പോലുള്ള ശാസ്ത്ര സത്യങ്ങളെ വളരെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി പഠന വിധേയമാക്കേണ്ടതും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതും വളരെ നിർബന്ധമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇവിടെ ഈ 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദേഹങ്ങള്, അതായത് ആത്മാവിൻ്റേതു തന്നെയായിരിക്കുന്ന ഈ ദേഹങ്ങളെ
എന്താണ്? നാശമുള്ളവയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ദ്വൈതം, അതായത് രണ്ടെന്നുള്ള സ്ഥിതി, ആത്മാവ് വേറെ ദേഹം വേറെ, അതുപോലെ കാലം കാലം ഇതൊക്കെ വേറെ എന്നുള്ളൊരു ചിന്ത സത്യത്തില് ഇല്ലാത്തതാണ്. എങ്കിൽ നമ്മെ പോലുള്ള സാധാരണ ആളുകളെ മനസ്സിന്റെ തലത്തിലും ലോകത്തിന്റെ തലത്തിലും അതുപോലെ ജീവന്റെ തലത്തിലും നിന്നുമാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടോ അങ്ങനെയുള്ളവരെയും പതുക്കെ പതുക്കെ അത് ആ അധികാരി ഭേദത്തിനനുസരിച്ച് ഉപാധി ഭേദം എന്നുള്ളത് പോലെ അവരുടെ അർഹതയനുസരിച്ച് അവരെ ഇവിടെയുള്ള അതിനായിരിക്കുന്ന എന്താണ് ജഗത്തിന്റെ സ്വരൂപം, എന്താണ് ജീവന്റെ സ്വരൂപം, എന്താണ് ഈശ്വരന്റെ സ്വരൂപം, ഈ മൂന്ന് ഭേദത്തിലാണ് ലോകം. അപ്പൊ ഈ മൂന്നും അഭേദമായതും വാസ്തവത്തിൽ ഒന്നു തന്നെയാണ് എന്നൊക്കെ ബോധിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് വളരെ എന്താ പറയുക, മാത്രം ഈ പറയുന്ന മനുഷ്യോചിതമായ രീതിയിൽ അല്ലെങ്കിൽ അവനവൻ, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് അല്ലെങ്കിൽ ജീവിതം കൊണ്ട് നമുക്കും അത് മറ്റുള്ളവർക്കും അല്പമാത്രയ്ക്കെങ്കിലും സംതൃപ്തിക്ക് ഉതകണം എന്നുള്ള ലക്ഷ്യത്തെ ഉന്നം വെച്ചുകൊണ്ട് ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത് ഒന്നും ചിന്തിക്കുക. കാരണം ഉത്തമ അധികാരികളോട്, അതായത് ഈ ലോകത്തിലേതായിരിക്കുന്ന സകല പദാർത്ഥങ്ങളെയും ഉപേക്ഷിച്ച് സന്യാസനിഷ്ഠ എന്ന് പറയുന്ന ആത്മനിഷ്ഠയിലേക്ക് ഇരിക്കുന്നവരോടാണ് ഗുരു വാസ്തവത്തിൽ കാരുണ്യം കൊണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു ഉപനിഷത്ത് സത്യത്തെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് എന്തുകൊണ്ടോ നമ്മുടെയെല്ലാം പുണ്യങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ആ ഈശ്വരന്റെ അനുഗ്രഹ വിശേഷം കൊണ്ട് നമുക്കും യാതൊരാൾക്കും ആ ഉപനിഷത്ത് സത്യങ്ങളെ, അതായത് പരമമായിരിക്കുന്ന സത്യം, നാമരൂപവും അതിനൊക്കെ അതീതമായിരിക്കുന്ന പരമമായിരിക്കുന്ന ബോധസത്തയുടെ ആ യഥാർത്ഥ താല്പര്യം, അതായത് വേദങ്ങളെ പ്രകടമാക്കിയ രീതിയിൽ നമുക്കും ശ്രവിക്കുവാൻ സാധ്യമായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഇപ്പൊ അതിൻ്റെ ആ യഥാർത്ഥ വശം എന്താ വെച്ചാൽ മൗന വ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. വാസ്തവത്തിൽ ഗുരുവിന്റെ വ്യാഖ്യാനം മൗനമാണ്. ആ മൗനത്തെ ഉൾക്കൊള്ളുവാൻ, ആ മനസ്സിലാക്കുവാൻ നമ്മുടേതായിരിക്കുന്ന മനസ്സ് പര്യാപ്തമല്ലാത്തത് കൊണ്ട് ആ മൗനമായത് പിന്നെ മുദ്രയായി തീർന്നു എന്നാണ് പറയണത്. അല്ലെ, ആദ്യ ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തി ഈ ജ്ഞാനമുദ്ര പ്രകടമാക്കി എന്നാണ് പറയുന്നത്. അതായത് ഈ പെരുവിരല് പരമാത്മാവിനെയും ഈ എന്താ പറയുക ചൂണ്ടുവിരല് ജീവാത്മാവിനെയും. അപ്പൊ ഈ ജീവാത്മാ പരമാത്മാ ഐക്യമാണ് ജീവൻ മുക്താവസ്ഥ അല്ലെങ്കിൽ ജ്ഞാനാവസ്ഥ എന്നുള്ള മുദ്ര. അപ്പൊ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ഐക്യം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ജീവനിൽ നിന്നും തമോ ഗുണവും രജോ ഗുണവും സത്വഗുണവും അകലണം. അത് ഈ ത്രിഗുണങ്ങളാണ് ഈ ജീവാത്മാവിനെ ഈ മായയിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ത്രിഗുണാത്മകമായിരിക്കുന്ന ജഡസംബന്ധമായിരിക്കുന്ന വിഷയങ്ങളെ ജീവാത്മാവിൽ നിന്നും അങ്ങ് അകന്നാലോ ആ ജീവാത്മാവ് പരമാത്മാവുമായി ഐക്യം പ്രാപിക്കുകയും ഞാൻ തന്നെയാണ് പരമസത്തയായിരിക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മവസ്തു എന്ന് അനുഭവവേദ്യമായി തീരുകയും ചെയ്യും. അത് ഉത്തമരായിരിക്കുന്ന ഒരു, അതായത് പരിപൂർണമായിട്ടും മനസ്സ് ശുദ്ധമായിരിക്കുന്ന ഒരു ശിഷ്യനോട് ഗുരു അപ്രകാരം പറഞ്ഞാലേ അത് സ്വീകാര്യമാവുകയുള്ളൂ. അങ്ങനെയുള്ള മുദ്രയാണ് പിന്നെ തന്ത്രമായതും മന്ത്രമായതും വേദങ്ങളായതും അതുപോലെ തന്നെ പുരാണങ്ങളായതും ഇതിഹാസങ്ങളായതും ഇന്ന് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാത്തതുമായിരിക്കുന്ന സകലവിധ ശാസ്ത്ര സംബന്ധങ്ങളായിരിക്കുന്ന വിഷയങ്ങളായി തീർന്നതും സത്യത്തിലെ ആ ആദ്യത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ജ്ഞാനമുദ്രയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് എത്രമാത്രം ജഡിലവും എത്രമാത്രം വൈശികവുമാണോ അപ്പൊ അതിനനുസൃതമായിട്ട് നമുക്ക് അതിനെ വളരെ രീതിയിൽ വ്യക്തമായി. കാരണം ഉത്തമനായിരിക്കുന്ന ഒരു അധികാരിയോടെ എന്താ പറയണ്ടോ? തത്വമസി, നിന്റെ സ്വരൂപം ആത്മസ്വരൂപം തന്നെയാണെന്ന് തത്വമസി എന്നുള്ള ഉപദേശം കൊടുത്താൽ മതി. പക്ഷെ മധ്യമനായ ഒരാളോടോ അത് പോരാ. എന്താണ്? മധ്യമനായൊരു ആളോടെ യുക്തി കൊണ്ട് പറയണമെന്നാണ്. തസ്മാത്, അതാണ് യുക്തി. അതുകൊണ്ട്, ഏതുകൊണ്ട്? അതിപ്പോൾ ഈ രജു സർപ്പവത് എന്ന് പറയും. ഇപ്പം നമ്മൾ അരണ്ട വെളിച്ചത്തിൽ പോകുമ്പോൾ ഒരു കയറിനെ
കാണുകയാണ്. പക്ഷെ അത് കയറാന്ന് ആദ്യം അറിയുന്നില്ല. അപ്പം എന്താണ്, അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കും. പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചാലോ സകല രീതിയിലുള്ള ഭയം, അതുപോലെ തന്നെ കമ്പനം, സ്വേദനം, അതുപോലെ തന്നെ പലായനം തുടങ്ങിയിരിക്കുന്ന സകല അനർത്ഥങ്ങളും ഉണ്ടാകും. എന്നാൽ വാസ്തവത്തിൽ അതേ വെളിച്ചത്തിൻ്റെ സഹായത്തോടുകൂടി കയറാണെന്ന് അങ്ങോട്ട് അറിയുമ്പോഴോ ഉണ്ടായിരുന്ന ഭയവും വിറച്ചലും വേർപ്പും ഓടിപ്പോക്കും ഒക്കെ എപ്രകാരമാണോ ഇല്ലാതെയായി തീരുന്നത് എന്നതുപോലെ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മവസ്തുവായിരിക്കുന്ന നമ്മുടെ യഥാർത്ഥ സ്വരൂപം അജ്ഞാനത്തെ കൊണ്ട് അത് പ്രകടമാകാതിരിക്കുമ്പോൾ, അനുഭവവേദ്യമാകാതിരിക്കുമ്പോഴോ ആ ആത്മാവിനെയും വഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജഡാത്മകമായിരിക്കുന്ന ഈ ദേഹം തന്നെയാണ്, ഈ ശരീരം തന്നെയാണ് ഞാൻ എന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോഴോ സകല രീതിയിലുള്ള അസ്വസ്ഥതകളും നമ്മെ അലട്ടുകയും അതുപോലെ തന്നെ ക്ലേശിപ്പിക്കുകയും ചെയ്യും എന്നുള്ള യുക്തി സഹിതം മധ്യമനായിരിക്കുന്ന ഒരാളോട് പറയണമെന്നുള്ളതാണ്. ഇനി അധമനായ ഒരാളോടോ ഉപമ കൊണ്ട്, ഉദാഹരണങ്ങളെ കൊണ്ട്, അതായത് കഥകളെ കൊണ്ടുമെല്ലാം അതിനെ വളരെ കണ്ടില്ലേ, ഭാഗവതം, അതുപോലെ തന്നെ രാമായണം, അതുപോലെ ഈ പുരാണങ്ങളിലൂടെ അപ്പോൾ അപ്പം അങ്ങനെ കഥകളുടെ സ്വരൂപത്തിൽ പ്രകാശിപ്പിക്കുമ്പോഴേ അവർക്ക് ഈ പറയുന്ന ആത്മവസ്തുവിൻ്റെ യഥാർത്ഥ മഹിമയെ അനുഭവവേദ്യമാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം നമ്മുടേതായിരിക്കുന്ന പൂർവികന്മാരായിരിക്കുന്ന ഗുരുവര്യന്മാരെ ആർത്തനെയും അർത്ഥാർത്ഥിയെയും ജിജ്ഞാസുവിനെയും ജ്ഞാനിയെയും കൃതകൃത്യനാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പൂർണ്ണനാക്കുവാൻ വേണ്ടിയിട്ടാണ് ഗീതോപദേശം പോലുള്ള ശാസ്ത്ര സത്യങ്ങളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പരസ്പര വിരുദ്ധമായിട്ട് പറയുകയാണോ, എന്താ അവിടെ പറഞ്ഞാലല്ലോ ഇവിടെ പറയുന്നത്, ഇവിടെ പറയുന്നതല്ലോ ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയുന്നത് എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ ഗീതോപദേശത്തെ ശ്രവിക്കുക. കാരണം ഓരോ സന്ദർഭത്തിലെ ഓരോ പ്രകരണങ്ങളെ കുറിച്ചിട്ടാണ് ഗീതയിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആത്മാവിൻ്റെ സ്വരൂപ വിശേഷത്തെ പറയും. ജഡത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ജഡത്തിൻ്റെതായിരിക്കുന്ന സ്വഭാവത്തെ കുറിച്ച് പറയും. അപ്പൊ ആ പറയുന്ന സന്ദർഭം കഴിഞ്ഞ് വേറൊരു സന്ദർഭത്തെ പറയുമ്പോഴോ അവിടെ ആ പറയുന്ന വിഷയത്തെ കുറിച്ചായിരിക്കും പറയുക. അപ്പൊ കഴിഞ്ഞതല്ലോ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്നുള്ള ആ വികല്പങ്ങൾ ഏതുമില്ലാതെ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ പരിപൂർണമായിട്ടും ശ്രദ്ധയോടുകൂടി ശ്രവിച്ചാൽ പരിപൂർണമായിട്ടും നമുക്കും കൃതകൃത്യതയെ ഉണ്ടാക്കുവാൻ ഈ ഗീതോപദേശത്തിന് കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. 18ാമത്തെ ശ്ലോകം തന്നെ നമുക്കൊന്നുകൂടി ചിന്തിക്കാം. അതായത് ഈ ജഡം എന്ന് വെച്ചാൽ ദേഹങ്ങളായിരിക്കുന്ന ഈ സമസ്ത പ്രപഞ്ചവും എന്താണ്, നാശത്തിന് വിധേയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്ത് വേണം, നീ യുദ്ധം ചെയ്താലും എന്നാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. അതും ഏതുപോലെയാണ്, അതായത് നമ്മള് ഈ മരുമരീചിക എന്ന് പറഞ്ഞാൽ അതായത് മൃഗതൃഷ്ണിക, നമ്മളിങ്ങനെ റോട്ടിലൂടെ നല്ല വെയിലുള്ള ഒരു സമയത്ത് നമ്മൾ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ദൂരത്ത് എന്ത് കാണും, മരുമരീചിക, മൃഗതൃഷ്ണിക എന്നുള്ള സ്വരൂപത്തിലുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകും. അതുണ്ടാകുമ്പോൾ നമുക്ക് ഈ മരുമരീചിക, അപ്പം അവിടെയുള്ള ആ ജലപ്രതീതി, നമ്മൾ ജലത്തെ എല്ലാവരും കാണുന്നുണ്ട്. അതായത് റോട്ടിൽ കൂടെ നല്ല ആ സൂര്യപ്രകാശം കത്തിജ്വലിച്ചു കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ചെല്ലുമ്പോൾ ഒരു ജലം ഉണ്ട് എന്നുള്ളൊരു പ്രതീതി എല്ലാവരും കാണുകയാണ്. എന്നാലോ വാസ്തവത്തിൽ അതിനെ യഥാർത്ഥമായിട്ട് വിചിന്തനം ചെയ്ത് നോക്കുമ്പോഴോ എപ്രകാരമാണ് അത് ഇല്ലാത്തതായിട്ട് തീരുന്നത്, അല്ലേ? ഈ റൂട്ടിൽ അല്ലെങ്കിൽ വഴിയിൽ കാണുന്നതായിരിക്കുന്ന ആ മരുമരീചിക, മൃഗതൃഷ്ണിക എപ്രകാരമാണോ അതിലേതായിരിക്കുന്ന ആ ഉണ്ട്, അതായത് സദ്ബുദ്ധി പ്രമാണ നിരൂപണത്തിന് ശേഷം അസത്യമായിട്ട് ഭവിക്കുന്നത്, അപ്രകാരം തന്നെയാണ് എന്താ, അതായത് നിത്യനായിട്ടും എന്നും നിലനിൽക്കുന്നതായിട്ടും അനാശിയായിട്ടും അതായത് നാശം ഇല്ലാത്തവനായിട്ടും അറിയപ്പെടുവാൻ കഴിയാത്തവനുമായിട്ടും അതുപോലെ തന്നെ ശരീരത്തോട് കൂടിയവനുമായിരിക്കുന്ന ആത്മാവിൻ്റെ ഈ ദേഹങ്ങളുണ്ടല്ലോ, ഈ ദേഹങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്? അത് സ്വപ്നത്തിൽ തോന്നുവയെ പോലെയും
ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലോ അത് എത്രമാത്രമാണ് സത്യമല്ലാതായി തീരുകയാണ്. അപ്പൊ സ്വപ്നത്തിലെ അനുഭവങ്ങളെ പോലെയും അതുപോലെ തന്നെയോ കൺകെട്ടുകാരന്റെ പ്രയോഗങ്ങൾ പോലെയും അവസാനത്തോടു കൂടിയവയാണ് എന്നാണ് വിവേകികൾ പറയുന്നത്. എന്താ ഈ പറഞ്ഞതിന്റെ താല്പര്യം? അതായത് മരുമരീചിക, ആ മൃഗതൃഷ്ണികയിലെ ജലപ്രതീതി, അതായത് അസത്തായിരുന്നുവെങ്കിലും ഇല്ലാത്തതായിരിക്കുന്ന ജലത്തിൽ നമുക്ക് സത് ഉണ്ട് എന്നുള്ള ബുദ്ധി താൽക്കാലികം ഭ്രമത്തിന്റെ ഫലമായിട്ട് ഉദയം ചെയ്തു. എന്നാൽ ആ ജലപ്രതീതി ഉണ്ട് എന്നുള്ള ബോധം എപ്രകാരമാണോ നമ്മൾ പരിപൂർണമായിട്ട് അതിനെ വിശകലനം ചെയ്ത് അതിൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ അവിടെ ജലമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തീരുന്നത് എന്നതുപോലെ എന്താണ് നമ്മുടേതായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സകല ദൃശ്യാദികളും എന്താണ് മാറ്റത്തിന് വിധേയമാണ്, അത് നശിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോ നിത്യനെന്നും നാശമില്ലാത്തവനെന്നും ആത്മാവിനെ രണ്ട് വിശേഷണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിത്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവിനാശി എന്ന് വെച്ചാൽ നശിക്കാത്തവനാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അതായത് പുനരുക്തി ദോഷം, അതായത് പറഞ്ഞതിനെ തന്നെ വീണ്ടും പറയുക എന്നുള്ള ദോഷം ഉണ്ടോ എന്ന് ചോദിക്കാനില്ല. ആ ദോഷമല്ല. എന്തേ അതിന് കാരണം? അതായത് നമ്മുടേതായിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ തന്നെ നിത്യതയെയും നാശത്തെയും നമ്മൾ രണ്ട് വിധത്തിൽ അറിയുന്നുണ്ട്. നിത്യമായി ഇരിക്കുന്ന അവസ്ഥയെയും അതുപോലെ നാശത്തെയും. അപ്പൊ നിത്യം അത് ഏതുപോലെയാണ്? അതായത് ഇപ്പൊ നമ്മുടെ ഈ ശരീരം അത് അഗ്നിയിൽ ചിതയിൽ ദഹിച്ച് ഭസ്മമായി തീർന്നാൽ അത് പരിപൂർണമായിട്ട് നശിച്ചു, അല്ലേ? നശിച്ചു എന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ നശിക്കുന്നതിന് മുമ്പേ ഈ ശരീരത്തിൽ തന്നെ ഇരിക്കുമ്പോൾ രോഗാദി പീഡകളെ കൊണ്ട് നമ്മളെ ക്ഷയം, അതായത് അസ്വസ്ഥതയെ പ്രാപിക്കുമ്പോഴോ ആ ശരീരം അല്ലെങ്കിൽ ആ ജഡം അല്ലെങ്കിൽ പ്രപഞ്ചമോ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ നിത്യതയെയും നാശത്തെയും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് അറിയാനും കാണാനും കഴിയുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ നാശമില്ലാത്തവനെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന നിത്യൻ എന്നും ഉള്ള രണ്ട് പദത്തെ ഇവിടെ ആത്മാവിനെ പ്രത്യേകം എടുത്തു കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയോ ഈ ആത്മാവ് അപ്രമേയനാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധ ബുദ്ധമുക്തമായിരിക്കുന്ന ബോധ അവസ്ഥ, അത് അപ്രമേയനാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രമ എന്ന് പറഞ്ഞാൽ ബോധം, അറിവിന് വിധേയമായതില്ലെങ്കിൽ അറിവിന് വിഷയമായിരിക്കുന്നത്. ഇത് അപ്രമേയനാണ് എന്ന് പറഞ്ഞാലോ അത് യാതൊരു അറിവിനും യാതൊരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും അറിയാൻ കഴിയാത്തതാണ്. അതുകൊണ്ടോ അപ്പൊ നമുക്ക് വേറൊരു ചിന്ത വരികയാണ്. വളരെ ഇത് പറയാനായിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടിയും അതുപോലെ ജിജ്ഞാസയോടും കൂടിയും താല്പര്യത്തോടും കൂടിയും ശ്രവിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഗീതോപദേശത്തിൻ്റെതായിരിക്കുന്ന ആ താത്വികമായിരിക്കുന്ന വിഷയങ്ങളെ നമുക്ക് ബോധിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം നാം ഇപ്പം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന സമസ്ത ദൃശ്യാദി വസ്തുക്കളും വിഷയങ്ങളും എപ്രകാരമാണ്? സ്വപ്നത്തിന് എത്രമാത്രമാണോ സത്യതയുള്ളത് അത്രമാത്രമേ ഈ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സത്യതയുള്ളൂ എന്നുള്ള സത്യത്തെ വ്യക്തമാക്കുവാനാണ് ഗീതാശാസ്ത്രം നമ്മൾ പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയണമെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ഗൗരവവും അതിൻ്റെതായിരിക്കുന്ന ശ്രദ്ധയും നമ്മൾ ആ ഗീതോപദേശത്തിൽ ചെലുത്തുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു യാതൊന്നിനെ കൊണ്ടും ആത്മാവിനെ അറിയുവാൻ കഴിയില്ല എന്ന്. അപ്പൊ നമുക്കൊരു പൂർവപക്ഷം ഇല്ലെങ്കിൽ വേണ്ട ഒരു ചിന്ത വരാം. എന്നാ ഈ ആഗമങ്ങളെ കൊണ്ടും പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കൊണ്ടും ആത്മാവിനെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എന്താണ് അപ്പൊ നമുക്ക് അതിനുള്ള മറുപടി? അതായത് ആത്മാവ് സ്വതസിദ്ധമായതാണ്. ഈ ആത്മവസ്തു അല്ലെങ്കിൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആനന്ദം അതെന്താണ്? സ്വതസിദ്ധം, നമ്മളിൽ തന്നെ സിദ്ധമായിരിക്കുന്നതാണ്. അപ്പൊ പ്രമാതാവായിരിക്കുന്ന ആത്മാവോ ഉണ്ട് എന്ന് സിദ്ധിച്ചാൽ അതെ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഉള്ളതിനെ അറിയാനായിട്ട് നാം ശ്രമം ചെയ്യുകയുള്ളൂ എന്നതുകൊണ്ടാണ് വേദത്തിലൂടെ അതിനെ പ്രകാശിപ്പിക്കുന്നത്.